ആനകൾക്ക് അവിശ്വസനീയമായ തരത്തിലുള്ള ദീർഘകാല മെമ്മറി ഉണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ദീർഘകാല മെമ്മറിയാണല്ലോ. ഷോർട്ട് ടേം മെമ്മറി ആണെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയുടെ കാര്യത്തിൽ നമ്മളെക്കാളും മികച്ച പല മൃഗങ്ങളും ഈ ഭൂമിയിലുണ്ട് എന്നത് ഓർക്കണം. പക്ഷേ ലോങ് ടേം മെമ്മറി, അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമ ഡയലോഗ് നമ്മുടെ ഈ ലോങ് ടേം മെമ്മറി ഇല്ലായ്മയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ഒരു ഉപകാരം ചെയ്താൽ അത് എന്തായാലും ഓർമ്മിക്കുമല്ലോ. പക്ഷെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ വലുതായാൽ, നമ്മൾ ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലായാൽ ആ ഓർമ്മകളൊന്നും കാണാത്ത ഒരുതരം മൈൻഡിനെയാണ് ഈ സിനിമ ഡയലോഗ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആനകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ആനകൾ ദുഃഖവും സന്തോഷവും അനുഭവിക്കുന്ന മൃഗമാണ് എന്ന് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ആനക്കൂട്ടത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാലാണ് ആനകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. ഈ സന്തോഷ പ്രകടനം പല ശബ്ദങ്ങളിലൂടെയും മുട്ടിയുരുമിയും ചിഹ്നം വിളിച്ചുമൊക്കെ അവർ പ്രകടിപ്പിക്കും. ഇനി അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ അനുശോചനം എന്നത് ബൃഹത്തായ ഒരു കർമ്മമാണ് അവർക്ക്. മരിച്ചവരുടെ ശരീരത്തിൽ തലോടിയും റോയൽ സല്യൂട്ടുകൾ അർപ്പിച്ചുകൊണ്ടുമൊക്കെ അവർ അവരുടെ അംഗങ്ങളെ സംസ്കരിക്കുകയും യാത്രയാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട അംഗങ്ങൾ കാട്ടിൽ മരിച്ച സ്ഥലത്ത് വളരെ നാളുകൾക്ക് ശേഷം എത്തി അവിടെ ആനകൾ മൗനമായി നിൽക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ ദൗർബല്യങ്ങൾ നന്നായി അറിയുന്ന ഒരു ജീവിയാണ് ആന. മാത്രമല്ല ഈ ദൗർബല്യങ്ങൾക്ക് നേരെ കമ്പാഷനേറ്റീവുമാണ്. പല ചെറിയ മൃഗങ്ങളെയും ആന കാട്ടിൽ രക്ഷിക്കുന്നതായി കെനിയയിലും ഏഷ്യൻ ആനകളെ കുറിച്ചുള്ള പഠനങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരിലെ നല്ല പാപ്പാന്മാരെ വർഷങ്ങൾക്ക് ശേഷം വളരെ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞതായും സ്നേഹപ്രകടനങ്ങൾ നടത്തിയതായും പഠനങ്ങളിൽ പറയുന്നു.